ബിറ്റ്കോയിൻ ഇനി എങ്ങോട്ട്? 100K ആണോ അടുത്ത ടാർഗറ്റ്? വെൽക്കം ടു ദ മല്ലൂൺ ക്രിപ്റ്റോവേഴ്സ്. നമുക്കിന്ന് ബിറ്റ്കോയിന്റെ എല്ലാ ടൈം ഫ്രെയിമും അനാലിസിസ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നത് മന്ത്ലിയിൽ, പിന്നെ നമുക്ക് വീക്ക്ലിയിലോട്ട് പോകാം, പിന്നെ ഡെയിലി, പിന്നെ 4 അവർ ആൻഡ് 1 അവർ. ഓക്കെ, നമുക്ക് മന്ത്ലി കൊണ്ട് തുടങ്ങാം. മന്ത്ലി നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിന്റെ ഓവറോൾ ട്രെൻഡ്, അതായത് മാക്രോ ട്രെൻഡ്. നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗർ പിക്ചർ എങ്ങനെയാണെന്നുള്ളത്, കമ്മിങ് ഇയേഴ്സിൽ ബിറ്റ്കോയിൻ്റെ ട്രെൻഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് മാക്രോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, സോ നമുക്ക് എന്താണ് മന്ത്ലി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മന്ത്ലിയിൽ ഞാൻ കുറച്ച് ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് നമുക്ക് സപ്പോർട്ടാണ് 13,715. ഇത് ആക്ച്വലി നമ്മുടെ 2018 ഓൾ ടൈം ഹൈയുടെ ഒരു സപ്പോർട്ട് ലെവലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു 2017-18 ബുൾ റണ്ണിൽ നമ്മൾ ഓൾമോസ്റ്റ് 19,798 നമ്മൾ എത്തിയായിരുന്നു. ഇത് ഫിനാൻസ് ചാർട്ടാണ്. നമ്മൾ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കാണുന്നത് പോലെ പ്രീവിയസ് ഓൾ ടൈം ആയ 69,000 വരെ നമ്മൾ പോയതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇത് റേഞ്ച് ഹൈ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു മൂവ്മെന്റ് മൊത്തവും റീട്രേസ് ചെയ്തു. ബെയർ മാർക്കറ്റ് ആയിരുന്നു കഴിഞ്ഞ 2 വർഷത്തെ ബെയർ മാർക്കറ്റിൽ. നമ്മളത് വീണ്ടും താഴെ വന്നു. ഓൾമോസ്റ്റ് നമ്മളൊരു 16,256 വരെ എത്തി. നമ്മൾ ഈ ഒരു സപ്പോർട്ട് ലൈൻ നമ്മൾ റീടെസ്റ്റ് ചെയ്തില്ല. ഒരുപാട് ആൾക്കാർ ഇവിടെ ബൈ ചെയ്തു, ഒരുപാട് ആൾക്കാർ ഇവിടെ എൻട്രി എടുത്തു. അത് കാരണം നമ്മൾ ആ ഒരു പോയിന്റിൽ ഈ ഒരു സപ്പോർട്ട് ലെവല്, ഈ ഒരു സപ്പോർട്ട് റീടെസ്റ്റ് ചെയ്യുന്നതിന് പകരം അതിന് മുന്നേ തന്നെ നമ്മൾ ബ്രേക്ക്ഔട്ട് ചെയ്ത് അവിടെ. അതിനുശേഷം ഒരു ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു റീടെസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ഗ്രീൻ ക്യാൻഡിൽ ആയതുകൊണ്ട് നമുക്ക് അതിൽ ആ ഒരു വിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ആ 19,000 ഏരിയാസ് നമ്മൾ വീണ്ടും റീടെസ്റ്റ് ചെയ്തായിരുന്നു. അതിനുശേഷം ഒരു റാമ്പന്റ് ആയിട്ടുള്ളൊരു ബുൾ റൺ ആയിരുന്നു. ശരിക്കും 2023 ഒരു പകുതിയോട് കൂടി നമ്മളൊരു ബുൾ റൺ ഫേസിലോട്ട് എത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം മാർക്കറ്റിന്റെ മൂവ്മെന്റ് ടോട്ടലി അപ്വേർഡ്സ് ആയിരുന്നു. ഹയർ ലോ, പിന്നെ ഒരു മാസീവ് ഹയർ ഹൈ ആണ്. നമ്മൾ പ്രീവിയസ് ഓൾ ടൈം ഹൈ 69,000 ബ്രേക്ക് ചെയ്തു. പുതിയൊരു ഓൾ ടൈം ഹൈ ആയത് 72,800 അപ്രോക്സിമേറ്റ്ലി. അത് ഓരോ എക്സ്ചേഞ്ചിൽ ചാർട്ടിലും ഓരോ വേരിയേഷൻസ് വരും. ഞാനിപ്പം ബിനാൻസ് ചാർട്ടാണ് ഫോളോ ചെയ്യുന്നത്. അതിൽ നമ്മൾ ഓൾമോസ്റ്റ് 72,800 നമ്മൾ എത്തിയായിരുന്നു. ഓക്കെ, അതിനുശേഷം നമ്മളിതാ ഈ കാണുന്നത് പോലെ നമ്മൾ ഇവിടെ സൈഡ് വേസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇത് ഒരു നല്ലൊരു മൂവ്മെന്റ് ആണെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം പ്രീവിയസ് ഓൾ ടൈം ഹൈ മുകളിലെത്തി, നമ്മളത് ബ്രേക്ക് ചെയ്തു, നമ്മളത് സപ്പോർട്ടായിട്ട് റീടെസ്റ്റ് ചെയ്തു. നമ്മൾ അവിടെ ഒരു സൈഡ് വേസ് മൂവ്മെന്റ്, അതായത് ഈ സൈഡ് വേസ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ട്രേഡിംഗ് റേഞ്ച്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു എന്താ പറയാ, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്യാൻഡിൽസ് ക്ലോസുകൾ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ നോക്കി, 1, 2, 3, 4, 5 ക്യാൻഡിൽ ക്ലോസുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ജാപ്പനീസ് മാർക്കറ്റിന്റെ ഒരു പ്രശ്നം മൂലം ഉണ്ടായ ഒരു കൊളാപ്സിൽ നമ്മൾ അത് ബ്രേക്ക് ചെയ്തു. എന്നാലും നമ്മൾ ആ ഒരു 49,000 വരെ നമ്മൾ പോയെങ്കിലും നമ്മൾ ആ ഒരു ക്യാൻഡിൽ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു മന്ത്ലി ക്യാൻഡിൽ ഇപ്പം ഇന്നിപ്പോ 10-ാം തീയതിയിലേ ആയുള്ളത്. അപ്പം ഇനിയും ദിവസങ്ങളുണ്ട്. ഇനി ഓൾമോസ്റ്റ് ലൈക്ക് 20 days എന്തായാലും ഉണ്ട്. അപ്പൊ അത്രയും ദിവസവും നമുക്ക് ഈ ഒരു ക്യാൻഡിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സമയം. കാര്യം ഇത് മന്ത്ലി ടൈംസ് അനാലിസിസ് ആണല്ലോ, മന്ത്ലി ചാർട്ട് ആണല്ലോ. അപ്പൊ അതില് നമ്മളിതാ ഇത്രയും ദിവസം നമുക്ക് ഇനിയുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഈ ഒരു ലെവലിന് മുകളിലായിട്ട് നമ്മൾ ഈ മന്ത്ലി ക്ലോസ് ചെയ്യുകയും അടുത്തൊരു ക്യാൻഡിലിന്റെ മുകളിൽ നമ്മൾ എത്തുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സെനാരിയോ ആണ്. അതായത് നമ്മൾ ഈ ഒരു ചോപ്പ് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും ഒരു നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് ആണ്. അത് ചിലപ്പം ഒരു 80,000 വരെ പോകത്തുള്ളായിരിക്കും, ചിലപ്പോൾ ഒരു 90,000 ആണ്. കാര്യം നമുക്ക് അതിൽ കൂടുതൽ അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം അതെന്ന് പറയുന്നത് എന്താ പറയാ, ഫ്രീ സ്പേസ് ആണ് ഇനി അങ്ങോട്ട്. ലൈക്ക് നമുക്കൊരു ട്രേഡിംഗ് ഡേറ്റയോ ഒരു ടാർഗറ്റോ അങ്ങനെ ഒന്നും നമുക്കില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒരു ഫിബ് ടാർഗറ്റ് ആയിട്ട് 1.618 വല്ലതും നമുക്ക് നോക്കാം. പക്ഷേ അത് ഉറപ്പായിട്ടും സ്വാഭാവികമായിട്ടും ഒരു 100K അടുപ്പിച്ചായിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് വരുന്നതെന്ന് പറയുന്നത്. ഇത് മന്ത്ലി ചാർട്ടാണ്. അപ്പം നമ്മൾ അത് പ്ലേ ഔട്ട് ആവാനായിട്ട് അത്രയും തന്നെ സമയം എടുക്കും. അതായത് മന്ത്ലി ചാർട്ടിൽ നമ്മൾ കാണുന്നത് ഒരു 6 മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ ഒക്കെ അത് മൊത്തത്തിൽ അത് പ്ലേ ഔട്ട് ആവത്തുള്ളൂ. അതായത് ഇപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു, ഇപ്പം സപ്പോസ് ഇതൊരു ബുൾ ഫ്ലാഗ് പോലെ, അതായത് ഈ ഒരു
അപ് ട്രെൻഡ് കഴിഞ്ഞിട്ട് ഒരു ബുൾ ഫ്ലാഗ് പോലെ ഇതോടെ നമ്മൾ എന്തെങ്കിലും ഒരു ഫ്ലാഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടാർഗറ്റ് നമ്മൾ ഈ ഒരു ഇത്രയും വരുന്ന ഒരു ടാർഗറ്റ് ആണ് അതിന് വരാൻ പോകുന്നതെന്ന് പറയുന്നത്. കാര്യം അതാണ് റൂൾ എന്ന് പറയുന്നത്. നമ്മളൊരു ഫ്ലാഗിന്റെ ആ ഒരു പോൾ എടുക്കുന്നതെന്ന് പറയുന്നത് ഈ പോയിന്റ് തൊട്ട് ആ ഒരു മൂവ് തുടങ്ങിയതാണ് നമ്മൾ എടുക്കുന്നതാണ്. അപ്പൊ മന്ത്ലി ചാർട്ടിൽ അത് വളരെ വലുത് നമുക്ക് ലൈക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് ഇതൊരു റഫ് ഡ്രോയിങ് ആണ്. ഇങ്ങനെ ലൈക്ക് അത് ആവണം എന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാനായിട്ട് സപ്പോസ് ഇങ്ങനെ ഒരു ഇത് ഉണ്ടായെന്ന് വിചാരിച്ചോളൂ. നമുക്ക് 114 ഒക്കെയാണ് ടാർഗറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതൊരു വലിയൊരു ടാർഗറ്റ് ആണ്. നമുക്ക് അതിലോട്ടൊന്നും നമുക്ക് ഇപ്പോഴേ പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നമ്മളിപ്പം ഒരു ബുൾ ട്രെൻഡിൽ തന്നെയാണ് നമ്മളിപ്പം. ഈ ഒരു ലോവർ ടൈം ഫ്രെയിമുകളിലോട്ട് പോകുമ്പം ഒരുപാട് എന്താ പറയാ ലോസ് ഉണ്ടായി, ഒരുപാട് ലിക്വിഡേഷനും കാര്യങ്ങളും സംഭവിച്ചത് മൂലം പ്രൈസ് നല്ല വോൾട്ടൈൽ ആയിരുന്നു. നല്ല അതായത് 70K വരെ പോയിട്ട് നമ്മൾ താന്ന് നമ്മൾ ഓൾമോസ്റ്റ് ലൈക്ക് എന്താ 49,000 വരെ നമ്മൾ വന്നായിരുന്നു. അപ്പം അത്രയും വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റ് ആയിരുന്നു. പക്ഷെ നമ്മൾ മന്ത്ലി എടുത്ത് നോക്കുമ്പോഴോ അത്രയും മൂവ്മെന്റ് ഒന്നുമില്ല. അതിൽ ആ ഒരു നോയ്സ് കുറച്ച് കുറഞ്ഞു കിട്ടി നമുക്ക്. അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ട്, ഓക്കെ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ബിറ്റ് കോയിൻ മുകളിലോട്ട് പോകും എന്നുള്ള ഒരു ധാരണ നമുക്കിപ്പോ ഉണ്ടായി. ഇനി നമുക്ക് ലൈക്ക് മറ്റൊരു സെനാരിയോ, ഇപ്പം നമ്മളൊരു മാർക്കറ്റ് കണ്ടീഷൻ, അതായത് ഗ്ലോബൽ മാർക്കറ്റിന്റെ കണ്ടീഷൻ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്യാലപ്പുറത്തേങ്ങ പോലെയാണ് ഇപ്പം നിൽക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പം യെന്നിന്റെ പ്രശ്നങ്ങൾ മൂലം, അതായത് ജാപ്പനീസ് നിക്കായ മാർക്കറ്റിൽ ആ യെൻ ക്യാരി ട്രേഡ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് പിന്നെ ഒരു വീഡിയോയിലൊക്കെ നമുക്ക് സംസാരിക്കാം. ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് അവർ എത്രയോ വർഷമായിട്ട് സീറോയിലായിരുന്നു വെച്ചിരുന്നതെന്ന് പറയുന്നത്. അപ്പം അവിടെ ഉള്ള ആൾക്കാർക്ക് അവിടെ നിന്ന് ജാപ്പനീസ് യെന്ന് ബോറോ ചെയ്യാൻ പറ്റും സീറോ ഇൻട്രസ്റ്റ് റേറ്റിൽ. അത് മറ്റുള്ള രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരതിൽ മണി ഉണ്ടാക്കുക. അത് ഒരു സോർട്ട് ഓഫ് അത് ഫ്രീ മണി ആയിരുന്നു അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നത്. അപ്പൊ റീസെന്റ് ഇൻഫ്ലേഷനെ ഒന്ന് എന്താ പറയാ ഇൻഫ്ലേഷനുമായിട്ടുള്ള കുറച്ച് ഇന്ററാക്ഷൻസ് ജാപ്പനീസ് ബാങ്ക് ഓഫ് ജപ്പാൻ ഉണ്ടായത് കാരണം അവര് കുറച്ചൊന്ന് കോഷ്യസ് ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി. ഈ വർഷം ആദ്യം ഒരു തവണ കൂട്ടിയായിരുന്നു, രണ്ടാമത് ഇപ്പം ഒരു തവണയും കൂടെ കൂട്ടി. അപ്പം മൊത്തത്തിൽ 0.25 ബേസിസ് പോയിന്റ് അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി. അപ്പൊ അത് മൂലം ഉണ്ടായ, അതായത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പല ആൾക്കാർക്കും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ക്ലോസ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് പുറത്തു വന്ന് ആ പൈസ എടുത്ത് അസസ് ചെയ്ത് അടുത്ത പരിപാടികളിലോട്ടും പോകാനുള്ള ഒരു അപ്പൊ ഒരു ബൾക്കായിട്ട് ആ ഒരു ട്രേഡേഴ്സ് എല്ലാവരും അങ്ങനെ ഒരു വിഡ്രോവൽ നടത്തിയപ്പോഴാണ് ഈ മാർക്കറ്റുകൾ ഒരുപാട് എഫക്ട് ചെയ്തെന്ന് പറഞ്ഞത്. അത് കൂടുതൽ എഫക്ട് ചെയ്ത മാർക്കറ്റുകൾ ഇപ്പം ജാപ്പനീസ് നിക്കായ മാർക്കറ്റും തായ്വാൻ മാർക്കറ്റും അങ്ങനെയുള്ള മാർക്കറ്റുകളാണ്. US S&P-യിലും കുറച്ച് ബോദർ ചെയ്തായിരുന്നു. എന്നാൽ ലൈക്ക് ഈ ഒരു വീക്ക് എൻഡ് ചെയ്തത് അവർ അത്യാവശ്യം നല്ലൊരു രീതിയിലാണ് വീക്ക് എൻഡ് ചെയ്തതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിറ്റ് കോയിനും റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതൽ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഇനി അല്ല ഈ ഒരു പ്രശ്നം കുറച്ചും കൂടെ വഷളായെന്ന് വിചാരിച്ചോളൂ. അതായത് ഈ ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഉണ്ടായ ഒരു ക്യാരി ട്രേഡിന് മൂലം ഉണ്ടായ ആ പ്രശ്നങ്ങള് ബാക്കി ഒരുപാട് മേജർ ആയിട്ടുള്ള മാർക്കറ്റുകളെയും ക്രാഷ് ആക്കിയാണെന്ന് അങ്ങനെ വല്ല ഒരു സിറ്റുവേഷനിലോട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും മാർക്കറ്റ് വീക്ക്നെസ് ഉണ്ടാവാം. അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ ഇതൊരു മന്ത്ലി ഡീവിയേഷൻ ആയിട്ട് വേണമെങ്കിലും നമുക്കൊരു ബെയറിഷ് സെനാരിയോ നോക്കാം. അതായത് ഇതിൽ ഒരു ഡീവിയേഷൻ നമ്മൾ ഇതിന് മുകളിൽ ചെയ്തു, തിരിച്ചതിനകത്ത് വന്നു, അടുത്ത ക്യാൻഡിൽ നമ്മൾ ഈ ഒരു ലൈനിന്റെ, അതായത് 60Kയുടെ താഴെയായിട്ട് നമ്മളുടെ ക്യാൻഡിൽ നമ്മൾ ക്ലോസ് ചെയ്യണം. അടുത്ത മന്ത്ലി ക്യാൻഡിൽ നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ചോപ്പിനെസ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. മേ ബി നമുക്കൊരു 31,000 വരെ വേണമെങ്കിൽ വരാം. ഇപ്പം ഇനി നമുക്കൊരു സപ്പോർട്ടായിട്ട് നമുക്കിപ്പം തൊട്ടടുത്തുള്ളത് ഒരു 44K 46K റീജിയൻ ആണ് സപ്പോർട്ടായിട്ടുള്ളത്. അതിന്റെ കുറച്ച് മുന്നേ വരെ നമ്മൾ വന്നു. മേ ബി അത് ശരിക്കും അതൊന്ന് റീടെസ്റ്റ് ചെയ്ത് ഇവിടെ ഒന്ന് കുറച്ച് ചോപ്പി പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കിയിട്ട് മുകളിലോട്ട് വേണമെങ്കിൽ പോവാം. ഒരു ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ഈ പ്രീവിയസ് ഓൾ ടൈം ഹൈ ലെവലും ഇപ്പം നമ്മൾ സപ്പോർട്ടായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ലെവല് അത് ബ്രേക്ക് ചെയ്യുമല്ലോ നമ്മൾ. അപ്പൊ അതിനെ വീണ്ടും നമ്മൾ റീടെസ്റ്റ് ചെയ്ത് ഇവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് അതിനെ ഇതേപോലെ സിമിലർ ആയിട്ടുള്ള ഒന്ന് സൈഡ് വെച്ച് ചോപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകേണ്ട സെനാരിയോയിലോട്ട് വരാം. ഈ ഒരു സെനാരിയോ എന്ന് പറയുന്നതായിരിക്കും പോസിബിൾ. ഇനി വേഴ്സ്റ്റ് സെനാരിയോ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റുകളെല്ലാം, ലോകത്തുള്ള എല്ലാ മാർക്കറ്റും ക്രാഷ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഇവിടെ 20K ഈ ഒരു ഇതിലോട്ട് റീടെസ്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്.
അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് സെനാരിയോ ആണ്, അതായത് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് സംഭവിക്കുന്ന ഒരു സെനാരിയോ ആണ്. ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ഒരു ഡബിൾ ബോട്ടം പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പിന്നെ ഒരു ഗ്ലോബലി അടുത്ത വർഷത്തേക്ക് വല്ലോ നമ്മൾ വീണ്ടും ഈ ഒരു ട്രെൻഡ് ബിൽഡ് ചെയ്ത് മുകളിലോട്ട് പോകുന്ന രീതിയിൽ ഒരു സെനാരിയോ ഉണ്ടാവാം. റിവേഴ്സ് സെനാരിയോ ആണ്. അപ്പൊ ഞാൻ 3 സെനാരിയോ പറഞ്ഞു. ഒന്ന് പ്രസന്റ്ലി നടക്കുന്നതാണ്, അതായത് നമ്മൾ ബുള്ളിഷ് സെനാരിയോ. നമ്മൾ ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യാണ്, ഇവിടെ നമ്മളൊരു ഫ്ലാഗ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി അടുത്ത ടാർഗറ്റുകൾ 80, 90, 100K ആ ലെവലിലോട്ടൊക്കെയാണ് ടാർഗറ്റുകൾ കിടക്കുന്നതെന്ന് പറയുന്നത്. ഇനി അല്ല നമ്മളൊരു ഡീവിയേഷൻ പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴെ വരാം, റീടെസ്റ്റ് ചെയ്യാം 44K ടു ഓൾമോസ്റ്റ് 35, 33K ആ റീജിയൻ വരെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു മാർക്കറ്റ് കണ്ടീഷൻ എന്താണെന്നുള്ള അനുസരിച്ച് വരാം. ഇത്രയും സെനാരിയോസ് ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ടും നമ്മളുടെ ട്രെൻഡ് മുകളിലോട്ട് തന്നെയാണ്. ഇപ്പം ആ ട്രെൻഡ് ഇതുവരെയും ബ്രേക്ക് ചെയ്തിട്ടില്ല. Alright. അപ്പോൾ അതൊക്കെയാണ് മന്ത്ലിയിൽ നമ്മൾ കാണുന്ന സെനാരിയോ എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്കൊരു ട്രേഡിംഗ് റേഞ്ച് ആയിട്ട് നോക്കേണ്ടത്, അതായത് പ്രീവിയസ് ഓൾ ടൈം ഹൈ ടു നമ്മൾ ഇക്കഴിഞ്ഞ ബെയർ മാർക്കറ്റിലെ ലോ. ഓക്കെ, നമ്മളൊരു ട്രേഡിംഗ് റേഞ്ച് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 50% വരുന്നത് ഈ ഒരു 42K ആണ്. നമുക്ക് വേണമെങ്കിൽ ആ 42K വരെ വന്ന് ഈ ഒരു റേഞ്ച് പ്ലേ ആണെങ്കിൽ നമുക്ക് നടത്താം. അത് ഇൻ കേസ് അങ്ങനെ ഒരു സെനാരിയോ വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി, ഇങ്ങനെ ഒരു റേഞ്ച് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. കാര്യം പ്രീവിയസ് ഓൾ ടൈം ഹൈയും ഈ ബെയർ മാർക്കറ്റിൽ ഓൾ ടൈം ലോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു റേഞ്ച് ഫോം ചെയ്യുന്നുണ്ട് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. ഒരു ബ്യൂട്ടിഫുൾ റേഞ്ച് ആണ്. നമ്മൾ ഈ താഴെ കണ്ടിരിക്കുന്ന ഇത് കണ്ടില്ലേ, ഇവിടെ വന്നു, നമ്മൾ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു, ബെയർ മാർക്കറ്റ് വീണ്ടും വന്ന് നമ്മൾ റീടെസ്റ്റ് ചെയ്തു. പക്ഷെ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ബ്രേക്ക് ചെയ്തു. എനിക്ക് ETF കാര്യങ്ങളൊക്കെ വന്ന കാരണമുള്ള ഒരു ഇതാ ഫെനോമിനൽ ആവാനാണ് സാധ്യത. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ കുറച്ച് മാസം താഴോട്ട് വന്നിട്ടാണ് നമ്മൾ ആക്ച്വലി ബുൾ മാർക്കറ്റിലോട്ട് പോകുന്നതെന്ന് പറയുന്നത്. വേണമെങ്കിൽ അത് സംഭവിക്കാം, ഇവിടെയും കുറച്ചും താഴോട്ട് വന്നിട്ട് നമുക്കിത് ബ്രേക്ക് ചെയ്യാം. ഒരു ഒക്ടോബർ നവംബറോട് കൂടി നമുക്കിത് US ഇലക്ഷന്റെ ഒക്കെ ഒരു ഇത് പശ്ചാത്തലത്തിൽ നമുക്ക് വീണ്ടും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്ന ഒരു സെനാരിയോ ആണെങ്കിൽ വരാം. അതുവരെയും ചോപ്പിനെസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പം മന്ത്ലി വെച്ച് തന്നെ നമ്മൾ ഒരുപാട് സെനാരിയോ നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വീക്ക്ലിയിലോട്ട് പോകാം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സെയിം ലെവൽസ് ആക്ടിങ് ആസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. വീക്ക്ലിയിൽ ഒരു ബുൾ ഫ്ലാഗ് ആക്ച്വലി ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇതൊക്കെയെന്ന് പറയുന്ന പ്ലേ ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ നാളെയോ മറ്റന്നാളോ അടുത്ത ആഴ്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല. നമ്മൾ വീക്ക്ലിയിൽ കാണുന്നത് കമ്മിങ് മന്ത്സിൽ അത് പ്ലേ ഔട്ട് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ റീസെന്റ് ഇപ്പം കൺസർവേറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടം വരെ എടുക്കാം. അല്ല, ഈ മൂവിന്റെ ആക്ച്വൽ ലോ എന്ന് പറയുന്നത് ഇതാണ്. ഇത് എടുക്കുകയാണെങ്കിൽ കുറച്ച് ഭയങ്കര വലിയ ടാർഗറ്റ്സ് നമുക്ക് കിട്ടും. നമുക്ക് ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള ടാർഗറ്റ് തന്നെ എടുത്ത് നോക്കാം. സപ്പോസ് ഇതൊരു ഇവിടം വരെയൊക്കെ വരികയാണെന്ന് വിചാരിക്കുക, 96,000 100K അപ്രോക്സിമേറ്റ് 100K ആണ് ആ വീക്ക്ലിയിൽ നമ്മൾ കാണുന്ന ബുൾ ഫ്ലാഗ് കാണിക്കുന്നത്. വീക്ക്ലിയിലും ആ ഒരു റേഞ്ച് പ്ലേയും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. അതായത് സൈഡ് വൈസ് മാർക്കറ്റ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വലിയ ഡീവിയേഷനും ഇത് താഴോട്ട് വന്ന് ഇവിടെ ടെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് ലൈക്ക് കുറച്ച് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് വീക്ക്ലിയിലും കാണുന്നത്. നമുക്കിനി ഇമിനന്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഈ ഒരു ലെവൽ നമുക്കിപ്പം ബ്രേക്ക് ആവുകയാണെന്ന് വിചാരിച്ചോ. ഇപ്പൊ നമ്മൾ ഈ ഒരു ലെവൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നില്ല, അതായത് വീക്കിലിയിൽ നമ്മളിപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ലെവൽ ഹോൾഡ് ചെയ്യാനായിട്ട്. നമ്മൾ ജസ്റ്റ് ബിലോ ആണ് ഇപ്പം. ഈ ഒരു വീക്കിലി നമ്മൾ ക്ലോസ് ചെയ്യുന്ന അതിന്റെ മുകളിലാണ്, അടുത്ത ക്യാൻഡിൽ അതിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുള്ളിഷ് ആയിരിക്കും. ഇനി ലൈക്ക് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഗ്ലോബൽ മാർക്കറ്റിനെയാണ് കേട്ടോ. ലൈക്ക് ഇൻ കേസ് ഗ്ലോബൽ മാർക്കറ്റുകൾ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് കുറെ നാൾ കൊണ്ടേ മുകളിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല US സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്.
അപ്പൊ അവർക്കൊരു കറക്ഷൻ എന്തായാലും അനിവാര്യമായിട്ടുള്ളൊരു സംഭവമാണ്. എപ്പോ ആണെങ്കിലും അതൊരു സംഭവിക്കാം. കുറച്ചൊന്ന് കറക്റ്റ് ചെയ്തു, ജസ്റ്റ് സ്റ്റേബിൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാരും കാര്യം വാറൻ ബഫറ്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം ഒരുപാട് ലൈക്ക് ഏറ്റവും കൂടുതൽ ക്യാഷ് റിസർവിലാണ് അവരിപ്പോ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ഡിപ്പുകളെല്ലാം ബൈ ചെയ്ത് തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ബിറ്റ് കോയിൻ മാർക്കറ്റും. വോളട്ടൈൽ അസറ്റ് ആണ് ബിറ്റ് കോയിൻ. റിസ്ക് ഓൺ റിസ്ക് ഓഫ് എന്ന് പറഞ്ഞ സെനാരിയോ ഉണ്ട്. അതായത് റിസ്ക് ഏറ്റെടുക്കാൻ ആൾക്കാർ തയ്യാറാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ പോലത്തെ അസറ്റുകളെല്ലാം പെർഫോം ചെയ്യും. എന്നാൽ ഗ്ലോബൽ സെനാരിയോ ആ ഒരു റിസ്ക് എടുക്കാൻ ആൾക്കാർക്ക് നല്ലൊരു എന്താ പറയാ അനിവാര്യമായിട്ടുള്ള ഒരു കണ്ടീഷൻസ് അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആരും റിസ്ക് എടുക്കത്തില്ല. അതുകൊണ്ട് നമ്മളുടെ കുറച്ച് സേഫ് ആയിട്ട് കളിക്കണം. അപ്പം ഇതാണ് ഇനി അടുത്ത ഒരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാനുള്ളത്. 45 നമുക്ക് ഇങ്ങനെ കുറച്ചായിട്ട് അപ്പൊ ഒരു 44K ലെവലാണ് ഈ ഒരു സപ്പോർട്ട്. വേണമെങ്കിൽ ഇതിനകത്തൊരു റേഞ്ച് പ്ലേയും സംഭവിക്കാം. ഇത് ഇങ്ങോട്ട് വന്നു, ഈ ഇത് ഡീവേറ്റ് ചെയ്തു, മുകളിൽ വന്നു, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി, ഇത് ബ്രേക്ക് ചെയ്യുകയോ അങ്ങനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ റീടെസ്റ്റ് ചെയ്ത് സപ്പോർട്ടാക്കി എടുത്തിട്ട് അത് മുകളിലോട്ട് പോകുന്ന ഒരു സിനാരിയോ സംഭവിക്കാം. 2025 ഒക്കെ ആവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ബുൾ മാർക്കറ്റ് വരാനായിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നമ്മളിലേക്ക് ഒരു എന്താ പറയാ പോയിസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ്. ഇപ്പൊ ഒരുപാട് ലെവറേജ് ഇപ്പം വൈപ്പ് ഔട്ട് ചെയ്തു ഈ ഒരു കുറച്ച് ദിവസങ്ങളിലായിട്ട് ആൾക്കാർ. ഈ ഒരു എന്താ പറയാ നമ്മള് ആദ്യം 1-2 വട്ടം നമ്മളിപ്പോ റിജക്ട് ചെയ്ത് താഴോട്ട് വന്നു, റിജക്ട് ചെയ്ത് താഴോട്ട് വന്നുവെങ്കിലും പിന്നീട് നമ്മളിലേക്ക് വീണ്ടും റീടെസ്റ്റ് ചെയ്തപ്പോൾ ആൾക്കാർ ചോദിച്ചു ഒരുപാട് വട്ടം നമ്മൾ അവിടെ റീടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയില്ല. അപ്പൊ ഇത്തവണ എന്തായാലും ബ്രേക്ക് ചെയ്യും മുകളിലോട്ടെന്നുള്ള രീതിയിൽ എല്ലാവരും ലോങ്ങിങ് ആയിരുന്നു. ഈ ഒരു ലെവലിലൊക്കെ ഒരുപാട് ആൾക്കാർ ലോങ് ചെയ്തു. അവരെ എല്ലാം ലിക്വിഡേറ്റ് ചെയ്തപ്പോഴാണ് ആക്ച്വലി ഈ ഒരു 49K വരെ വന്നതെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സിനാരിയോ കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ച് ദിവസം കാമായിരുന്നു, നമ്മൾ റിക്കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പം ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചാടിക്കയറി എല്ലാവരും ഹ്യൂജ് ലെവറേജ് ലോങ്സ് എടുക്കുകയാണ്. സൂക്ഷിക്കുക, അങ്ങനെയുള്ള ലെവറേജ് ലോങ്ങുകൾ ഒരുപാട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും വളരെ ടൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ആ പൈസ എല്ലാം പോയെന്ന് വിചാരിച്ചാൽ മതി. കാര്യം ഒരു ബിഗർ കറക്ഷൻ ഈ ഒരു വിക്ക് അത്ര നല്ലൊരു സംഭവമല്ല. കാര്യം വിക്സ് എല്ലാം നമ്മൾ റീടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് നോക്കണ്ട ഈ ഒരു വിക്ക് ഓക്കെ, ഇത് ഒരു ലിക്വിഡേഷൻ ക്യാൻഡിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് വലുതായിട്ട് റിക്കവർ ചെയ്തില്ല അവിടെ. കാര്യം അതൊരു ബെയർ മാർക്കറ്റിന്റെ ഒരു സെനാരിയോ ആയിരുന്നു. എന്നാൽ പോലും നമ്മൾ ആ ഒരു വിക്കുകളെല്ലാം നമ്മൾ വീണ്ടും വന്ന് കവർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വിക്കും റീടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ചാൻസസ് കൂടുതലാണ്. അതായത് ഒരു 44K വരെയെങ്കിലും ഒരിക്കൽ കൂടെ വന്ന് ഒരു റീടെസ്റ്റ് ചിലപ്പം സാധ്യമാണ്. അതായത് ഇവിടെ നിന്ന് റിജക്ട് ചെയ്യുകയാണ്, ഈ അടുത്ത ആഴ്ച നമ്മൾ ഇവിടെയാണ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് വീക്ക്ലിയിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴോട്ട് വരാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ നല്ല മാർക്കറ്റ് കണ്ടീഷൻ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ വീണ്ടും ഓപ്പൺ ഇവിടെ ചെയ്താലും നമ്മൾ മുകളിലോട്ട് കയറി ഇതിനെ ഒന്ന് എന്താ പറയാ സപ്പോർട്ടാക്കി മാറ്റാനുള്ള ശ്രമങ്ങളിലോട്ട് പോകാൻ ചാൻസസും കൂടുതലാണ്. ഓക്കെ, നമുക്ക് ഡെയിലി നോക്കാം. നമ്മൾ മന്ത്ലി നോക്കിയപ്പോൾ തന്നെ ഒരുവിധം കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ ഡെയിലി ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താ ഡെയിലി ഒക്കെ ചോപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എന്താ പറയാ ലോവർ ലോസും ലോവർ ഹൈസ്, ലോവർ ലോ ലോവർ ഹൈ, ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ്. ഇനി ഇപ്പൊ ഒരു ട്രെൻഡ് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം കളർ മാറ്റണം. മിനിമം ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്യണം. അതായത് ഈ പ്രീവിയസ് ഹൈ ആയ 69 നമ്മൾ ബ്രേക്ക് ചെയ്യാണ്ട് ഈ ഒരു ഡൗൺ ട്രെൻഡിന്, അതായത് ഈ വരുന്ന സംഭവം ഇത് ബ്രേക്ക് ചെയ്ത്, അതായത് ഈ പ്രീവിയസ് ഹൈനെയും ബ്രേക്ക് ചെയ്തു, ഈ ഒരു ട്രെൻഡും ബ്രേക്ക് ചെയ്തു, നമുക്ക് ബംപ് ആൻഡ് റൺ പാറ്റേൺ എന്നൊരു സംഭവം ഉണ്ട്. ലൈക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പാറ്റേൺ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കി, ബംപ് ആൻഡ് റൺ പാറ്റേൺ എന്ന് പറഞ്ഞൊരു സംഭവം. അതായത് ഒരു അപ് ട്രെൻഡ് വന്നു, റെസിസ്റ്റൻസിൽ ഇടിച്ചു, അതിങ്ങനെ കുറെ തവണ ടെസ്റ്റ് ചെയ്ത് അവസാനം അത് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് അതിനെ റീടെസ്റ്റ് ചെയ്ത് സപ്പോർട്ട് ആക്കി മുകളിലോട്ട് പോകുന്ന ഒരു പാറ്റേൺ ആണ് ബംപ് ആൻഡ് റൺ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡെയിലി സെനാരിയോയിൽ ബുള്ളിഷ് സെനാരിയോ ഇതാണ്. ബെയറിഷ് സെനാരിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ
അടുത്ത മൺഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതിന്റെ താഴോട്ടായിട്ട് ക്യാൻഡിലുകൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ടെസ്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഈ വീക്ക് 48K ആണ്. വീക്ക് വരെ വരാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴോട്ട് വന്നൊരു ഡബിൾ ബോട്ടമൊക്കെ അടിച്ച് മുകളിലോട്ട് കയറി വരാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതൽ. ഈ മാർക്കറ്റ് നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റ് ഒരുപാട് മോശമായി മാറുകയാണെങ്കിൽ ഈ പറഞ്ഞ ഈ സപ്പോർട്ടൊക്കെ മുറിച്ച് താഴോട്ട് കിടക്കാനുള്ള കാര്യം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ലൈക്ക് പല എന്താ പറയാ 2020 ആണെങ്കിലും 2021 അതിന് മുന്നേ ഉള്ള സെനാരിയോയിലാണെങ്കിലും ബിറ്റ് കോയിൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ അത് പ്രവർത്തിക്കണം എന്നില്ല. ഈ ഒരു 44K ഒരുപാട് നല്ല സപ്പോർട്ടാണ്. നമ്മളിതാ ഇവിടെ മൾട്ടിപ്പിൾ ഡേയ്സ് നമ്മൾ ഇതിനെ റെസിസ്റ്റൻസ് ആയിട്ട് ഇത് ചെയ്തു, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യാൻ നോക്കി, പറ്റിയില്ല. വീണ്ടും റെസിസ്റ്റൻസ്, വീണ്ടും നമ്മൾ റിജക്ട് ചെയ്തപ്പെട്ടു, വീണ്ടും വന്നു റെസിസ്റ്റൻസ്. അവസാനം നമ്മളത് ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ വലിയൊരു മൂവ്മെന്റ് ഉണ്ടാക്കി ഒരു ഫ്ലാഗ് ചെയ്തു മുകളിലോട്ട് പോയി. അപ്പൊ അതൊരു നല്ല സപ്പോർട്ടാണ്. പക്ഷേ മാർക്കറ്റ് മോശമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ സപ്പോർട്ട് ഒന്നും ഹോൾഡ് ചെയ്യത്തില്ല. കുറച്ചും കൂടെ താഴോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്താ ഇത്രയും വലിയ സപ്പോർട്ടായ ഒരു 32-33K ആ ഒരു റീജിയനിലോട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ നിലവിൽ വലിയൊരു പ്രശ്നമൊന്നും ഇല്ല. നമ്മുടെ ആ ഒരു ജാപ്പനീസ് നിക്കായി മാർക്കറ്റിന്റെ ഒരു ഇതൊക്കെ മാറി. എന്നാലും മാറിയെന്ന് 100% പറയാൻ പറ്റില്ല. കാര്യം അന്നുണ്ടായതിന്റെ ഒരു റിപ്പർക്കഷൻസ് എന്നൊക്കെ പറയുന്നത് ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും. ചിലപ്പോൾ ഒരുപാട് അസറ്റ് മാനേജേഴ്സും ഒരുപാട് ഫണ്ട് മാനേജേഴ്സും അവരുടെ ഫണ്ട് പലയിടത്തായിട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും. അവർക്ക് മാർജിൻ കോളോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ അവരുടെ അസറ്റുകൾ അവർക്ക് ലിക്വിഡേറ്റ് ചെയ്താൽ മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ ഒരു ലിക്വിഡേഷൻ ക്യാസ്കേഡ് ആയിട്ട് തന്നെ ഇപ്പം വിൽക്കുമ്പം അത് പ്രൈസിനെ എഫക്ട് ചെയ്യും. അപ്പം ബാക്കിയുള്ളവരുടെ ലിക്വിഡേഷൻ ഹിറ്റ് ചെയ്യും. അങ്ങനെ അങ്ങനെ ഒരുപാട് കണ്ടീഷനാണ് ഈ ഒരു വലിയ വലിയ ലിക്വിഡേഷൻ ക്യാൻഡിൽ ഉണ്ടാക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്. അപ്പം ബിവെയർ ഓഫ് ദാറ്റ്. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതായത് ഇപ്പൊ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മൺഡേ ഇപ്പം നമുക്കൊക്കെ ലൈക്ക് മോർണിംഗ് ആവുന്നതിന് മുന്നേ ജാപ്പനീസ് മാർക്കറ്റ് ഓപ്പൺ ആവും. അപ്പൊ തന്നെ ഒരു ഐഡിയ കിട്ടും അവരുടെ മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഇന്ത്യൻ മാർക്കറ്റിനെ എഫക്ട് ചെയ്യും. ഇപ്പം ആ ഒരു സമയം തൊട്ട് ഇപ്പം ചൈനീസ് മാർക്കറ്റ് ആണെങ്കിലും എല്ലാം ഓപ്പൺ ആവുമല്ലോ. അപ്പൊ US മാർക്കറ്റ് വൈകുന്നേരം ഓപ്പൺ ആവുള്ളൂവെങ്കിലും പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് UK മാർക്കറ്റ് ഓപ്പൺ ആവും. അതിനു മുന്നേ ജർമ്മനി, അങ്ങനെയുള്ള ഒരുപാട് മാർക്കറ്റുകൾ ഓപ്പൺ ആവും. അപ്പൊ ആ മാർക്കറ്റുകളെല്ലാം നമുക്കൊരു ഐഡിയ തരും. ആ സമയങ്ങളിലെല്ലാം ഈ മാർക്കറ്റ് ടൈമിങ്ങിലെല്ലാം ബിറ്റ് കോയിൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊരു ഐഡിയ തരും. അതേ നമുക്കിലേക്ക് ഇപ്പൊ നോക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇങ്ങനത്തെ പല സെനാരിയോസ് ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യാം, അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് നമ്മളിപ്പോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഡെയിലിയിലും പറഞ്ഞു ബുള്ളിഷ് സെനാരിയോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുക, മുകളിലോട്ട് പോവുക. വേറെ സെനാരിയോ ആണെങ്കിൽ അടുത്ത ദിവസങ്ങളിലെ ക്യാൻഡിൽസ് എല്ലാം നമ്മൾ ഈ ഒരു 60K സപ്പോർട്ടിന്റെ താഴെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു 44K റീജിയൻ എങ്കിലും മിനിമം നമ്മൾ റീടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി നമുക്ക് അതിന് ശേഷമുള്ള ആ ഒരു സപ്പോർട്ട് ഏരിയയും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു ഏരിയ ഒരു 31-33 ആ ഒരു ഏരിയ ആണ് അതിന് ശേഷമുള്ള സപ്പോർട്ട് എന്ന് പറയാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് 4 അവർ നോക്കാം. എന്നിട്ട് 1 അവറിലും എങ്ങനെയാണെന്ന് നോക്കാം. 4 അവറും 1 അവർക്ക് നല്ല ചോപ്പി ആയിരിക്കും. മാർക്കറ്റ് പൊതുവെ ഇപ്പം ലിക്വിഡേഷനും അതായത് മാർക്കറ്റ് മേക്കേഴ്സിന്റെ ഒരു സ്വപ്നമായിട്ടുള്ള സമയങ്ങളാണ് ഇതൊക്കെയെന്ന് പറഞ്ഞത്. വോളറ്റിലിറ്റി എവിടെ ഉണ്ടോ അവരതിൽ ത്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ് മാർക്കറ്റ് മേക്കേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം മാർക്കറ്റ് നന്നായിട്ട് താഴോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആരും മാർക്കറ്റ് ടോപ്പ് ഷോർട്ട് ചെയ്യാറില്ല. നമ്മളെല്ലാരും പേടിച്ച് അയ്യോ എന്ത് പറ്റും, നമ്മുടെ ലോങ്സ് എല്ലാം ലിക്വിഡേറ്റ് ആവുമോ അങ്ങനെയുള്ള വരിയിലും കാര്യത്തിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അവര് സുന്ദരമായിട്ട് അവരുടെ ഷോർട്ടുകൾ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. താഴോട്ട് പ്രൈസ് വരുന്നതിന് ശേഷം അവരുടെ ലോങ്ങുകൾ അവർ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ ഉണ്ടാക്കും. അപ്പൊ നമ്മളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ താഴോട്ട് വന്നിട്ട് ഒരു ചെറിയ ബൗൺസ് അടിക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കണം ഈ ഒരു ഇത് നമുക്ക് ഷോർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എന്താണ് ആ ഒരു ഷോർട്ടിങ് മെന്റാലിറ്റിയിലോട്ട് ലേറ്റ് ആയിട്ടാണ് എത്തിയെന്ന് പറയുന്നത്. നമ്മൾ ഷോർട്ട് ചെയ്ത് അവസാനം ലൈക്ക് അവര് ബൈ ചെയ്ത് പ്രൈസിനെ മുകളിലോട്ട് കൊണ്ടുപോകും. നമ്മൾ ലിക്വിഡേറ്റ് ചെയ്യുന്നു. ആ ഒരു ലിക്വിഡേഷനും കൂടെ ഉപയോഗിച്ച് അവര് പ്രൈസിനെ മുകളിലോട്ട് കൊണ്ടുപോയി വീണ്ടും അവർ ഷോർട്ട് ചെയ്യും. അപ്പൊ അവരിങ്ങനെ മുകളിലും താഴെ ആയിട്ട് ചോപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് മാർക്കറ്റ് മേക്കറിന്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 4 അവറിലോട്ട് കടക്കാം. 4 അവറും ഞാൻ പറഞ്ഞതുപോലത്തെ ഒരു ചോപ്പി കണ്ടീഷൻ തന്നെയാണ്. ഓക്കെ, 4 അവറിൽ നമ്മളിതാ ഇപ്പം
പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മേജർ ആയിട്ടുള്ള സപ്പോർട്ടിന് താഴെയാണ് 4 അവറില്. നമുക്ക് ഈ ഒരു സെനാരിയോ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫ്ലാഗ് ഒക്കെ കാണുന്നുണ്ട്, ഒരു ഫ്ലാഗ് ഫോം ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അത് പ്ലേ ഔട്ട് ആവുകയാണെങ്കിൽ ഒരു നല്ല ടാർഗറ്റ് ആണ്. നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. പുതിയ ഒരു ഓൾ ടൈം ഹൈ ആണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലാഗ് പ്ലേ ഔട്ട് ആവുകയാണെങ്കിലുള്ള സെനാരിയോ ആണ്. ഇതാണ് ഒരു ബുള്ളിഷ് സെനാരിയോ. ഒരു സാധാരണ ബുള്ളിഷ് സെനാരിയോ അല്ല, അത്യാവശ്യം ഹെവി ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സെനാരിയോ ആണെന്ന് പറയുന്നത്. അല്ലാത്തൊരു സെനാരിയോ പറയുകയാണെന്നുണ്ടെങ്കിൽ ചോപ്പിനെസ്, മുകളിൽ കയറാം, ഡീവിയേറ്റ് ചെയ്യാം, താഴെ ചോപ്പ് ചെയ്യാം, വീണ്ടും നമുക്ക് താഴെ വന്ന് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു 50K 49K ലെവലിലോട്ടൊക്കെ ഒന്ന് വരാം. നല്ലൊരു മാർക്കറ്റ് ബൈങ് അപ്പൊ നടക്കുകയാണെങ്കിൽ ഇവിടെ ഡബിൾ ടോപ്പ് അടിച്ച് നമുക്ക് മുകളിലോട്ട് പോവാം. ഈ 44K വരെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഇരിക്കും. കുറച്ച് നമ്മളിവിടെ ചോപ്പി ആയി നടന്നിട്ട് വീണ്ടും ഈ ഒരു ലെവലിനെ റീടെസ്റ്റ് ചെയ്യാം, മുകളിലോട്ട് പോവാം. ഇങ്ങനെ ഒരു സെനറി. അപ്പൊ ഒരു അപ്രോക്സിമേറ്റ് ഒരു ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബറോട് കൂടി നമ്മൾ വീണ്ടും ഒരു അപ് ട്രെൻഡ് തന്നെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലാണ്. ഇപ്പൊ നമ്മൾ നിലവിലൊരു അപ് ട്രെൻഡ് ഒന്നും ബിൽഡ് ചെയ്യുന്നില്ല. ഇത് ഈ ഒരു ലെവൽ ലൂസ് ചെയ്തു, താഴെ വന്ന് ഈ ലെവൽ വീണ്ടും വന്ന് റീടെസ്റ്റ് ചെയ്തു, റിജക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നിലവിൽ. ആസ് സൂൺ ആസ് നമ്മൾ താഴോട്ട് ഈ ഒരു ലോ ഒക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു, അതായത് ഈ ഒരു അപ്രോക്സിമേറ്റ് 59K ഒക്കെ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിലൊക്കെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് താഴോട്ട് വരും. അതിൽ വേറെ സംശയമൊന്നുമില്ല, ഉറപ്പായിട്ടും താഴോട്ട് വരും. കാര്യം വീക്ക്നെസ് ആണ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഒരു ലെവൽ നമുക്ക് റീക്യാപ്ചർ ചെയ്ത് അതൊരു സപ്പോർട്ടാക്കി മാറ്റാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു വീക്ക്നെസ് ആണ്. മാർക്കറ്റിന് അത്രയും ബൈങ് സ്ട്രെങ്ത് ഇല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ഉറപ്പായിട്ടും താഴോട്ട് വരാം. ഇവിടെ എല്ലാം ഉള്ള ലിക്വിഡിറ്റി അവർക്ക് ലൈക്ക് അതൊക്കെ ലിക്വിഡിറ്റിയാണ്, ഇവിടെ എല്ലാം ലിക്വിഡിറ്റിയാണ് ഉള്ളത്. അപ്പൊ ഇതെല്ലാം ഒന്നും കൂടെ വന്ന് റീടെസ്റ്റ് ചെയ്ത് ഇവിടെയുള്ള ഓർഡേഴ്സും കൂടെ ലൈക്ക് ഒരുപാട് ഫില്ലാവാത്ത ഓർഡേഴ്സ് ഇവിടെ കാണും. നിങ്ങൾ ആരെങ്കിലും ഓർഡർ ബ്ലോക്കുകളോ എല്ലാം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ഈ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് എന്നുള്ളത്. അപ്പൊ ഇവിടെ ഉള്ള ലിക്വിഡിറ്റി എല്ലാം ഗ്രാബ് ചെയ്യാനായിട്ട് വീണ്ടും താഴോട്ട് വരാം. ഒരു 4 അവറിൽ നമുക്ക് ട്രേഡ് ഐഡിയാസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോങ് സെനാരിയോ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ റീടെസ്റ്റ് ചെയ്ത് ഇതിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് ഇതൊരു ബുള്ളിഷ് റീടെസ്റ്റ് ഇവിടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ലോങ് ചെയ്യാം. ടാർഗറ്റ് ഒരു മിനിമം ഒരു 69K എങ്കിലും നമുക്ക് വെക്കാം. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലോയുടെ താഴേക്ക് നമുക്ക് കൊടുക്കാം. അപ്പൊ അത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ട് ഈ ഒരു ലൈനിന്റെ താഴെ തന്നെ വരുന്ന രീതിയിൽ കൊടുക്കാം. പക്ഷെ അത് പെട്ടെന്ന് ഹിറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു വലിയൊരു സംഭവം ട്രേഡൊന്നും അല്ല, പക്ഷെ നമുക്ക് ഈ ഒരു റീടെസ്റ്റ് ഈ ഒരു പ്രീവിയസ് ഹൈ നമ്മൾ റീടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അത്യാവശ്യം നല്ലൊരു 13.69% എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല റിട്ടേൺസ് തന്നെ ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മളിപ്പം ലൈക്ക് ലോങ് ചെയ്യുകയാണെങ്കിൽ 4 അവറിൽ ഞാൻ കാണുന്ന ഒരു ലോങ് ഇതാണ്. അതുപോലെ തന്നെ ഷോർട്ട് ആണെന്നുണ്ടെങ്കിലും കാണുന്നുണ്ട്. ഈ ഒരു ലെവൽ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാണല്ലോ. ഈ ഒരു ലെവല് നമ്മൾ ബ്രേക്ക് ചെയ്യാണ്, അതായത് ലൈക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല, താഴോട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെയും സെക്കൻഡ് ഒരു ഓപ്റ്റമിസ്റ്റിക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 50,000 വരെ നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് ഈ ഒരു ഇതിന്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇതും ഓൾമോസ്റ്റ് ഒരു 15-17% പ്രോഫിറ്റ് വരുന്ന ഒരു സംഭവമാണ്. ലോസ് ആണെന്നുണ്ടെങ്കിൽ 2.75% സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ. ഇതാണ് ഒരു ഷോർട്ട് സെനാരിയോ ഞാൻ കാണുന്നത്. ബാക്കിയൊക്കെ ചോപ്പായിരിക്കും. ലൈക്ക് ഇവിടെയും നമ്മൾ ട്രെൻഡ് ഇപ്പം ഈ ഒരു ഫോർവേഡ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. ഒരു വീക്ക് ആണ്. നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ ഒബ്വിയസ്ലി ഇതാ ഈ ഒരു ലെവൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വരെയെങ്കിലും ആ ഒരു ഷോർട്ട് വർക്ക്ഔട്ട് ആവും. ഇതാണ് 4 അവറിൽ ഞാൻ കാണുന്നത്.
1 hour കൊണ്ട് നോക്കിയിട്ട് നമുക്ക് ലൈക്ക് ഈ ഒരു അനാലിസിസ് എൻഡ് ചെയ്യാം. ഇതൊരു സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ആയത് കാരണമാണ്. ഓക്കെ, 1 ഹവറിലൊക്കെ വൻ ചോപ്പ് തന്നെ. അതാ ലൈക്ക് ഇൻഡസ്ട്രിയൽ ക്യാൻഡിൽസിന്റെ ഐക്യ കളിയാണ് നോക്കിയത്. 1 2 3 4 5 6 ഓൾമോസ്റ്റ് 10-20 ഇൻഡസ്ട്രിയൽ ക്യാൻഡിൽ തന്നെയാണ്. മുകളിലോട്ട് പോകണോ താഴോട്ട് പോകണോ എന്നൊന്നും ലൈക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കുകയാണ്. എനിക്കിത് കണ്ടിട്ട് ഉറപ്പായിട്ടും താഴോട്ട് വരും എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഭയങ്കര വീക്ക്നെസ് കാണുന്നുണ്ട്. ലൈക്ക് നമുക്കൊരു മൂവ്മെന്റ് പോലും ഇപ്പോൾ എല്ലാ ക്യാൻഡിലും എനിക്ക് ഒരു വലിയ ക്യാൻഡിൽ ബോഡിയൊന്നും ഇല്ലാത്ത ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഇത് ഉറപ്പായിട്ടും ഒരു ബാക്സൻസൺ പോലെയൊക്കെ ചിലപ്പം വരും മണിക്കൂറുകളിൽ താഴോട്ട് വരാം. ബാക്സൻസണാണ് കണക്ട് പറ്റും, അതുപോലെ വരാം. പിന്നെ ഈ ബാക്സൻസൺ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ബാക്സൻസൺ മുകളിലോട്ടും താഴോട്ടും എല്ലാം ബാക്സൻസൺ അടിക്കും. ബാക്സൻസൺ സിംറ്റംസിലെ ആ ഒരു ക്യാരക്ടറിന്റെ തലയെടുത്ത് വശത്ത് നോക്കുന്ന സംഭവമാണ്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ക്രിപ്റ്റോയിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളായിട്ട് സൃഷ്ടിച്ച കുറെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് സെനാരിയോ. ഈ ഒരു ട്രെൻഡും ജസ്റ്റ് ഒന്ന് 1 hour ട്രെൻഡും ഒന്ന് ഒബ്സർവ് ചെയ്യാം. നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ട്രെൻഡ് ഇപ്പൊ ഇമ്പാക്റ്റ് ആണ്. ഏത് നിമിഷം വേണമെങ്കിലും ഈ ട്രെൻഡ് ബ്രേക്ക് ആവാം. നമുക്ക് ബുള്ളിഷ് ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ ആ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 61 ഇതിലാണ്. ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ബുള്ളിഷ് ആണ്. ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ബ്രേക്ക് ചെയ്ത് ബെയറിഷ് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഷോർട്ടിന്റെ ടാർഗറ്റ് ആയിട്ടുള്ള 50,000 വരെയെങ്കിലും പോകാൻ ചാൻസ് കൂടുതലാണ്. എപ്പോഴും ഇങ്ങനെ അപ് ട്രെൻഡ് ചെയ്ത് ഒരു ഡൗൺഫോൾ കഴിയുമ്പോഴത്തേക്കും മാർക്കറ്റ് ഇങ്ങനെ ചെറുതായിട്ട് റിക്കവറായി ഇതൊരു ബെയറിഷ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. റൈസിംഗ് വെഡ്ജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ഇങ്ങനത്തെ ഒരു റൈസിംഗ് വെഡ്ജ് ആണ്. റൈസിംഗ് വെഡ്ജ് ബെയറിഷ് ആണ്. അപ്പൊ റൈസിംഗ് വെഡ്ജ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 50K ആ ഒരു റേഞ്ചാണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അതാണ് ആ ഒരു ബുക്ക് ഓഫ് റൂൾ എന്ന് പറയുന്നത്. ആ ഒരു ചാർട്ട് പാറ്റേണിന്റെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു റൂൾ പ്രകാരം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വെച്ചുകൊണ്ട് അത് തന്നെ 100% നടക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ടാർഗറ്റ് ആയിട്ട് ഞാൻ ആദ്യം ഒരു 55K ആ ഒരു റേഞ്ച് നമുക്കൊരു ടേക്ക് പ്രോഫിറ്റ് 1 ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഷോർട്ടിൽ. ഓക്കെ, അപ്പൊ അതാണ് ഇപ്പം മാർക്കറ്റിൽ ഞാൻ കാണുന്ന കുറച്ച് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് മന്ത്ലി നോക്കി, വീക്ക്ലി നോക്കി, ഡെയിലി നോക്കി, 4 hour നോക്കി, 1 hour നോക്കി. അപ്പം ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റിൽ ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട്. എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരും ഇതൊരു ഗെറ്റ് ക്വിക്ക് റിച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് പെട്ടെന്ന് തന്നെ ഒന്ന് പണക്കാരനാവുക, ഇന്ന് കുറച്ച് പൈസ ഇട്ട് നാളെ പണക്കാരനാവാ എന്നുള്ള ഒരു ഐഡിയോളജിയിലാണ് മിക്ക ആൾക്കാരും ഇതിലോട്ട് ഇറങ്ങിയിരിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് അവരോടെല്ലാം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫുൾ പൈസ നഷ്ടപ്പെടുന്നതായിരിക്കും. അതേസമയം കുറച്ച് സമയം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്ത് എന്താണ് മാർക്കറ്റിന്റെ രീതി എന്ന് പഠിച്ചിട്ട് ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്ന് പഠിക്കുക, അതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. ഇതെല്ലാം പഠിച്ചതിന് ശേഷം മാർക്കറ്റിനെ നന്നായിട്ട് നിങ്ങൾ ലൈക്ക് ഓരോ ടൈം ഫ്രെയിം എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് ലൈക്ക് എന്താണ് മാർക്കറ്റിൽ നിങ്ങൾ കാണുന്നതെന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ടിപ്പം നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളൊരു അനാലിസിസ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരുപാട് ചവർ കണക്കിനുള്ള യൂട്യൂബേഴ്സിനൊന്നും കാണാണ്ട് ഏതെങ്കിലും ഒരു യൂട്യൂബറിനെയോ ഏതെങ്കിലും ഒരു മെന്റോറിനെയോ ആരെങ്കിലും ഫോളോ ചെയ്യുക. നിങ്ങളുടെ അനാലിസിസും അവരുടെ അനാലിസിസുമായിട്ട് കൊറാബറേറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കുറച്ചൊരു ക്ലാരിറ്റി കിട്ടും. അതൊരു ബിഗിനേഴ്സിനുള്ള ഒരു ഇത് പറയുന്നതാണ്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനമായിട്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന പരിപാടിയല്ല. പക്ഷെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു കരിയർ തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്.
എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ എന്താ പറയാ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ മാറി ഈ ഒരു സ്കില്ല് മൂലം. അപ്പൊ ഇതൊരു 100% നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് എന്നോ അതൊന്നും ഇതൊക്കെ പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കില്ല് തന്നെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ആ ഒരു ഗ്യാംബ്ലിംഗ് മൈൻഡ് സെറ്റ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഇതിനെ ഒരു ടൂൾ സെറ്റ് ആയിട്ട് കണ്ട് ഇതിനെ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പ്രിപ്പയർഡ് ആയിട്ട് നിങ്ങൾ ഇതിലോട്ട് വരണം. അപ്പൊ ഞങ്ങള് ഈ മലു ഇൻ ക്രിപ്റ്റോസ് എന്ന് പറയുന്ന ചാനലിന്റെ മെയിൻ ഐഡിയോളജി തന്നെ അതാണ്. നമുക്ക് ലൈക്ക് കൂടുതൽ ആൾക്കാർക്കും ഈ ഒരു അറിവ് പകരാൻ, അതായത് എങ്ങനെ മാർക്കറ്റിനെ മര്യാദയ്ക്ക് അനലൈസ് ചെയ്യാം. അതായത് സ്റ്റോക്ക് മാർക്കറ്റും ക്രിപ്റ്റോയും തമ്മിലുള്ള മേജർ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ചും കൂടി റെഗുലേറ്റഡ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ വോളറ്റിലിറ്റി കുറവാണ്. അതിൽ ഡെയിലി മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ പെർസെൻറ്റേജൊക്കെയാണ് മൂവ് ചെയ്യുന്നത്. ഈയിടെയായിട്ട് കുറച്ച് അധികമൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. കുറച്ച് ക്രിപ്റ്റോ വഴിയൊക്കെയാണ് മൂവ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റൊക്കെ. എന്നാൽ പോലും ലൈക്ക് കമ്പയർഡ് ടു കാര്യം അതൊക്കെ വലിയ ഒരു 500 ട്രില്യനും അല്ലെങ്കിൽ അത്രയും വലിയ പൈസ വരുന്ന സെറ്റുകളാണ്. ബിറ്റ് കോയിൻ ഒരു 2 ട്രില്യണോ ലൈക്ക് എത്രയാണ് ബിറ്റ് കോയിന്റെ മൊത്തത്തിലുള്ള മാർക്കറ്റ് ക്യാപ്പ് എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം. ബിറ്റ് കോയിൻ കമ്പാരിറ്റീവ്ലി നമ്മുടെ ഓഷ്യനിലെ ഒരു നമ്മൾ ഓഷ്യനിൽ നിന്ന് ഗ്ലാസ്സിൽ ഒരു വെള്ളം എടുക്കുകയാണെങ്കിൽ അത്രേ ഉള്ളൂ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. അപ്പം അത് ഭയങ്കരമായിട്ട് വോൾട്ടൈൽ ആണ്. അപ്പൊ അതിന്റെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിലോട്ട് വന്ന് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം എളുപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്ന മാർക്കറ്റാണ്. പല കോയിനുകളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് നന്നായിട്ട് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ലൈക്ക് ടെക്നിക്കൽ അനാലിസിസ് പല സമയങ്ങളിലും നമുക്ക് ലൈക്ക് ടെക്നിക്കൽ അനാലിസിസ് തെറ്റാണെന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയിലോട്ട് വരെ ചില കോയിനുകൾ നമ്മളെ കൊണ്ടെത്തിക്കാം. അപ്പൊ അങ്ങനെ അപ്പൊ അതെല്ലാം നമുക്ക് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും എഡ്യൂക്കേഷനും ഉണ്ടെങ്കിലേ മനസ്സിലാവത്തുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ദിസ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദി മാർക്കറ്റ്. ഇങ്ങനെ സംഭവിക്കാറുണ്ട് പല കോയിനുകളിലും. ആ ഒരു ഒരു വോളറ്റിലിറ്റി നിങ്ങൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ നന്നായിട്ട് പോവുകയാണ്, നിങ്ങളുടെ ട്രേഡ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചു ടെക്നിക്കൽ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കി കഴിയുകയാണെങ്കിൽ ആ ഒരു വോളറ്റിലിറ്റി നിങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങും. അതായത് വോളറ്റിലിറ്റി ആണ് മാർക്കറ്റിന്റെ ഒരു ട്രേഡറിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു വോളറ്റിലിറ്റി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ എന്ന് തുടങ്ങുമോ അന്ന് നിങ്ങൾക്ക് ലൈക്ക് ഈ ഒരു ട്രേഡിംഗ് പ്രോസസ്സ്, അതായത് ഈ ഒരു ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങും അങ്ങനത്തെ പരിപാടിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ പറ്റും. അല്ലാണ്ട് സ്പോട്ട് ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഡോളർ കോസ്റ്റ് ആവറേജിംഗ് ആണ്. നിങ്ങളിലേക്ക് ഒരു ലോങ് ടേം ആയിട്ട് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക, SIP ചെയ്യുന്നത് പോലെ ക്രിപ്റ്റോയിലോട്ടും മാസം ചെറിയ ചെറിയ എമൗണ്ട് വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം അത് നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് ഉണ്ടാക്കും. അങ്ങനെ ഒരു കണ്ടീഷനാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത്രയും ടെക്നിക്കൽ അനാലിസിസ് ഒന്നും സമയം കളയണ്ട. പക്ഷേ നിങ്ങളുടെ ബേസിക് റിസർച്ച്, അതായത് എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് അത്യാവശ്യം അറിഞ്ഞിരിക്കണം. അത് എങ്ങനെ റിസർച്ച് ചെയ്യുന്നതെന്നും കാര്യങ്ങളും എല്ലാം ഞങ്ങള് മലുവിന്റെ ക്രിപ്റ്റോവേഴ്സില് പല വീഡിയോകളിലായിട്ട് ഇനി നമ്മൾ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ അനാലിസിസ് ഇവിടെ കഴിയുകയാണ്. നമുക്കപ്പം ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഞങ്ങൾ അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.